ജീവിതം എത്ര അർത്ഥവത്തായി, എത്ര അർത്ഥപൂർണമായി അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാമെന്നാണ് ഒരു വ്യക്തി ആത്മാവിൽ ചിന്തിക്കുന്നത്. കാരണം കുറച്ച് നാളുകൾ കഴിയുമ്പോ ഈ പാപം തന്നെ നിന്നെ വേട്ടയാടാൻ തുടങ്ങും, തിരിഞ്ഞു കുത്താൻ തുടങ്ങും. കാരണം വചനം പറയുന്നുണ്ട്, ഇത് വിഷവാ. വിഷം ഉള്ളിൽ ചെന്ന പ്രിയപ്പെട്ടവരെ, അവൻ പയ്യെ മരിക്കാൻ തുടങ്ങും, സ്വയം മരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആരൊക്കെയോ കാരണം കൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്ന് പറയാത്ത ഒരു ആത്മീയ കരുത്തുള്ള ജീവിതം നയിക്കാൻ പറ്റണമെങ്കിൽ അവൻ അഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. ക്രിസ്തുവിന്റെ ആത്മാവ് അവനിൽ വേണം. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ കിടന്നപ്പോ എന്തിനെ കുറിച്ചെങ്കിലും പരാതി പറഞ്ഞോ? പരാതിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഒരു പരിഭവമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ, ഒരു കുറ്റപ്പെടുത്തലില്ലാതെ, ഒരു പരിഹാസങ്ങളില്ലാതെ, മുറിപ്പെടുത്തുന്ന വാക്കുകളില്ലാതെ ഈശോ തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി കാൽവരി മല കയറുകയാ. ഒരു പരാതിയില്ല. കാരണം 3 ആണികളിൽ ഇത് നമുക്കിങ്ങനെ കേൾക്കാൻ എളുപ്പമാണ്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ 3 ആണികൾ ഒരു മരത്തോട് ചേർത്ത് വെച്ച് കൈകളും കാലുകളും ആണി കൊണ്ട് അടിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന, ശരീരത്തിൽ അതുവരെ ചാട്ടുകൊണ്ട് അടിച്ചപ്പോൾ ഏറ്റെടുത്ത വേദന, ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകിയപ്പോൾ കടന്നുപോയ വേദന, പീഡനങ്ങൾ, ഇതിന്റെ ഒക്കെ നടുവിൽ ക്രിസ്തു കിടക്കുമ്പോ അവന്റെ അധരങ്ങളിൽ പരാതിയില്ല. പ്രിയപ്പെട്ടവർ, ഒരു പരാതിയില്ല. കുരിശിൽ കടന്ന് ഈശോ പറഞ്ഞത് ഇതാ, അപ്പാ പിതാവേ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതുകൊണ്ടാണ് ഈശോ അത് പറഞ്ഞേ. അഭിഷേകം സ്വർഗത്തിന്റെ ദൈവത്തിന്റെ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഈശോ പറഞ്ഞില്ലേ, പ്രവാചക ഗ്രന്ഥമെടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ കുറിച്ച് തന്നെ യേശു സാക്ഷ്യപ്പെടുത്തിയില്ലേ? ആ ആത്മാവിന്റെ നിറം ഒരു വ്യക്തി അനുഭവിക്കുമ്പോ പരാതികൾക്ക് ജീവിതത്തിൽ ഇടമില്ല. എന്റെ ജീവിതം എത്ര അർത്ഥവത്തായി, എത്ര അർത്ഥപൂർണമായി അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാമെന്നാണ് ഒരു വ്യക്തി ആത്മാവിൽ ചിന്തിക്കുന്നത്. കാരണം അവൻ ആത്മാവിൽ നിറഞ്ഞവനായി ജീവിക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്